നമ്മൾ അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിസ്കാരത്തിൽ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്, നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോട് തന്നെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇന്ന ആളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ജാഹ് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന മൊയ്തീൻ ഷേഖിന്റെ ബറക്കത്ത് കൊണ്ട്, ഇതൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അതൊരു നല്ല കാര്യമല്ലേ? അവരുമായിട്ട് ഇടതേടിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ചോദിച്ചൂടെ? എന്നാ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഹക്ക്, എന്താണ് ജാഹ്, എന്താണ് ഈ ബറക്കത്ത്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹക്ക് എന്ന വാക്കിന്റെ അർത്ഥം അവകാശം എന്നാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം. ഈ വാദിക്കുന്ന ആളുകൾ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ സഹായം തേടാമെന്ന് പറയുന്നവർ, അവരാരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഹക്കുണ്ട്, ഒരു അവകാശമുണ്ട്. അള്ളാഹിന്റെ അടുക്കൽ ചോദിക്കാൻ ചില അവകാശങ്ങൾ അവർക്കുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹു അവകാശം കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും തന്റെ ഏതെങ്കിലും ഒരു അവകാശം അത് നിങ്ങൾ എടുത്തോ, നിങ്ങൾ പരിഹരിച്ചോ, നിങ്ങൾ അവർക്ക് പരിഹാരം ചെയ്തു കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരൊറ്റ ആയത്തിലുമില്ല, ഒരൊറ്റ ഹദീസിലുമില്ല, സ്വഹീഹായ റിപ്പോർട്ടുകളിൽ എവിടെയില്ല. ഇനി ജാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം. സ്ഥാനം അള്ളാഹു ചില ആളുകൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല, അതിൽ പ്രവാചകന്മാർക്ക് സ്ഥാനമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഒരുപോലെയല്ല, അതിൽ റസൂലുകൾക്ക് സ്ഥാനമുണ്ട്. എല്ലാ റസൂലുകളും ഒരുപോലെയല്ല, അവരിൽ ഉലുൽ അസ്മുകൾക്ക് സ്ഥാനമുണ്ട്. എല്ലാ ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 പേരും ഒരുപോലെയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതിൽ യാതൊരു സംശയമല്ല, ഒരു സംശയമല്ല. ഔലിയാക്കന്മാർക്ക് സ്ഥാനമില്ലേ? തീർച്ചയായും ഉണ്ട്. അമ്പിയാക്കന്മാർക്ക് സ്ഥാനമില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ആ സ്ഥാനം അള്ളാഹു നൽകിയ സ്ഥാനമായതുകൊണ്ട് തന്നെ അവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ആ സ്ഥാനം വെച്ചുകൊണ്ട് അവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പറഞ്ഞതൊക്കെ എന്താ? ഉദ്ഉനി, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ചോദിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഉദ്ഉനി, ആ വാചകം നോക്കിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല നിങ്ങൾ നിസ്കരിക്കുമ്പോൾ മാത്രം എന്നോട് ചോദിച്ചോ, നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കൂടി ചെല്ലുമ്പോഴും എന്നോട് ചോദിച്ചോ, അത് കഴിഞ്ഞ് പിന്നെ വല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ ഇന്ന ആളുകളോട് ചോദിച്ചോ. അള്ളാഹ് പറഞ്ഞു ഇല്ല. എല്ലാ സമയത്തും എന്താ? ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോന്നാ. വിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റബ്ബനാ, റബ്ബി, അല്ലാഹുമ്മ, ഈ വിളികളല്ലാത്ത വല്ലതും ഉണ്ടോ? യാ ആദം എന്ന് പറഞ്ഞിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ടൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് സ്ഥാനല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനല്ലേ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയല്ലേ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടുള്ളത്? ആ ഖുർആൻ പഠിപ്പിച്ച അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ എന്റെ പേര് വിളിച്ച് നിങ്ങൾ തേടിക്കോ, എനിക്ക് അല്ലാഹു ഒരുപാട് സ്ഥാനം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കും പറഞ്ഞു? ഇല്ല. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, മോനെ ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാട്ടോ. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചു. വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണോ എങ്കിൽ അല്ലാഹുവിനോട് ചോദിച്ചു. അതാണ് പ്രിയപ്പെട്ടവരുള്ളത്. ഹക്ക്, ജാഹ്, 2 വാചകം നമ്മൾ മനസ്സിലാക്കി. ഹക്ക് എന്ന് പറഞ്ഞാൽ അവകാശം എന്നാണ്, ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ബറക്കത്ത്. ബറക്കത്ത് എന്ന വാക്കിന്റെ അർത്ഥം വർദ്ധനവ്, വർദ്ധിച്ച നന്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസങ്ങൾക്ക് ചില ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ബറക്കത്താക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ മഴയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, മഴയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു മുബാറക്കുന്ന പറഞ്ഞ് ബറക്കത്താക്കപ്പെട്ടത്. ചില സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു ബറക്കത്താണ്. സംസം വെള്ളം ബറക്കത്താണ്. ഇതൊക്കെ ബറക്കത്താണ്. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ സ്ഥാനമോ ഏതെങ്കിലും സ്ഥലത്തിന്റെ സ്ഥാനമോ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ബറക്കത്ത് വെച്ചുകൊണ്ട് എന്റെ ഇന്ന പ്രശ്നം പരിഹരിക്കണേ എന്ന് അങ്ങനത്തെ ഒരു ഹക്ക് ജാഹ് ബറക്കത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതുമില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത പ്രാർത്ഥനകളുടെ രൂപത്തിൽ ഒന്നാണിത്. അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹു അല്ലാത്തവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്റെ ഇന്നാലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ എന്നും പ്രാർത്ഥിക്കാൻ പാടില്ല.